അസാധാരണമായ ഒരു ധൈര്യം രശ്മി അന്ന് കാണിച്ചു. അമ്മാനും അമ്മായും ശരിക്കും അമ്പരന്ന് പോയി. അപ്പോ രശ്മി പഠിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? അതെ, ഡിഗ്രി ഫൈനൽ ഇയറിന്. പഠിപ്പ് കഴിഞ്ഞിട്ട് കല്യാണം നടത്താൻ എന്നത് പോലും രശ്മിക്ക് സമ്മതമല്ലായിരുന്നു. പിറ്റേ മാസം തന്നെ കല്യാണം നടത്തി. പ്രഭാകരൻ തമ്പി പെട്ടെന്ന് വഴങ്ങി കൊടുത്തു അല്ലേ എന്ന് പറയാൻ സാധിക്കില്ല സാർ. ആദ്യമൊക്കെ അമ്മാവനും വാശിയിലായിരുന്നു. പിന്നെ എന്റെ അമ്മയൊക്കെ ഇടപെട്ട് സംസാരിച്ചപ്പോ വഴങ്ങിന്നേ ഉള്ളൂ. Okay. Thanks for the information. Thank you. I see. 1, 2, share. ഇതൊരു ആത്മഹത്യയാണെന്ന ലോക്കൽ പോലീസിന്റെ നിഗമനം ശരിയാണ്. ഞാനിത് അന്നേ പറഞ്ഞതല്ലേ. മൈക്ക് ബുദ്ധിയുള്ളവർ ഇങ്ങനെ ഓടിയെടുക്കേണ്ട കാര്യമില്ല. എല്ലാം മനക്കണക്കാണ്, മനക്കണക്ക്. ഈ വിവരം ഇദ്ദേഹത്തിൽ നിന്നും കിട്ടിക്കഴിഞ്ഞു. മറ്റെന്തെങ്കിലും? സോറി, എനിക്കൊന്നും പറയാനില്ല. കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തോട് തന്നെ ചോദിച്ചു. താങ്കളുടെ ദൗത്യം കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. നോ, രശ്മി എന്തിന് ആത്മഹത്യ ചെയ്തു എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. നോ മോർ ക്വസ്റ്റ്യൻസ്. താങ്ക് യു. ബൈ. സർ, രശ്മി എന്തിനാ ആത്മഹത്യ ചെയ്തു എന്നത് ആ എഴുത്തിൽ നിന്ന് വ്യക്തമല്ലേ? പിന്നെ എന്തിനാണ് സാർ ഇനി നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്? നമ്മൾ അതിനെക്കുറിച്ചല്ല അന്വേഷിക്കുന്നത്, ഇതിനെക്കുറിച്ചാണ്. എല്ലാ സംശയങ്ങളും മീഡിയയോട് തുറന്നു പറയാനാവില്ലല്ലോ. ഐ എം നോട്ട് ഷുവർ, ബട്ട് ഐ സ്ട്രോങ്ലി ഡൗട്ട് this letter is fabricated. Sir, അശോകൻ വന്നിട്ടുണ്ട്. Let him in. Sir. പതിവ് തെറ്റിച്ച് അന്ന് അനിയന്റെ കയ്യിൽ പാല് കൊടുത്തു വിടാൻ കാരണം? തലേ ദിവസം ഞാനൊരു സെക്കൻഡ് ഷോയ്ക്ക് പോയിരുന്നു. അതുകൊണ്ട് രാവിലെ എഴുന്നേക്കാൻ ഒരല്പം താമസിച്ചു. പിന്നെ ഞാൻ തന്നെ കൊണ്ട് കൊടുക്കുന്ന പതിവൊന്നും ഇല്ലായിരുന്നു സാർ. സൗകര്യം അനുസരിച്ച് അച്ഛനോ ജോലിക്കാരോ ആരെങ്കിലും ഒക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. അന്ന് തന്നെ അച്ഛനാണ് പാലുമായിട്ട് ഇറങ്ങിയത്. അനിയനെ കണ്ടപ്പോ അവന്റെ കൈ കൊടുത്തു വിട്ടെന്നേ ഉള്ളൂ. എത്ര വീടുകളിൽ പാല് കൊടുക്കുന്നുണ്ട്? വീടുകളിൽ വിൽപ്പനയില്ല സാർ, മിൽക്ക് സൊസൈറ്റിയിലാണ് കൊടുക്കുന്നത്. അപ്പൊ മോഹന്റെ വീട്ടിൽ കൊടുക്കുന്നതോ? മരിച്ച രശ്മിയുടെ അച്ഛൻ പ്രഭാകരൻ തമ്പിയും എന്റെ അച്ഛനും സുഹൃത്തുക്കളാണ്. അദ്ദേഹം ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുക്കുന്നേ ഉള്ളൂ സാർ. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ടൈം. യു മേ ഗോ. താങ്ക് യു സാർ. എക്സ്ക്യൂസ് മീ മിസ്റ്റർ അശോകൻ, തലേന്ന് രാത്രി നിങ്ങൾ സിനിമയ്ക്ക് പോയെന്ന് പറഞ്ഞല്ലോ. എങ്ങനാ പോയത്? ബൈക്കിൽ. തനിച്ചാണോ? അതെ. ഏത് സിനിമ? നോട്ട്ബുക്ക്. എവിടെ? മൂവാറ്റുപുഴ. തിയേറ്റർ? ഐസക് അല്ല, മറിയ. ശ്യാം അങ്ങനെ പറഞ്ഞു. പറഞ്ഞു ലെറ്റർ ഫാബ്രിക്കേറ്റഡ് ആണെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം അറിയാമെങ്കിൽ പിന്നെ ഞാൻ ചീഫ് മിനിസ്റ്റർ. ഓ ശരിയാ, അളിയ എഴുത്ത് വ്യാജ്യമാണെന്ന്. അതിന്റെ അർത്ഥം എന്താ? മോഹൻകുമാർ നിരപരാധിയാണെന്ന്. അത് ശരിയാണ്, പക്ഷേ വലിയ ഇത്ര മണ്ടനായി പോയല്ലോ. അല്ല, ശുദ്ധനായി പോയല്ലോ. അതല്ലടോ, ശ്യാം അങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കാണാതിരിക്കില്ല. കാരണമുണ്ടല്ലോ, മോഹൻകുമാറിനെ രക്ഷിക്കണം. ശ്യാമിന് മോഹനോട് ദേഷ്യമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ശ്യാം എന്തിന് മോഹനെ രക്ഷിക്കണം? എന്തോ അതെനിക്ക് അറിഞ്ഞൂടാ. ഒരുപക്ഷെ മുഖ്യമന്ത്രി എന്തെങ്കിലും നല്ല ഓഫറുകൾ നൽകി കാണും. പണ്ടെങ്ങോ ചത്തുപോയ മാതാപിതാക്കളുടെ പേരും പറഞ്ഞ് മുന്നിൽ വരുന്ന സൗഭാഗ്യങ്ങൾ ആരെങ്കിലും തട്ടിക്കളയുമോ? വല്ലിയ എല്ലാവരും തന്നെ പോലല്ല. ഒരുപക്ഷെ എഴുത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നം? കൈപ്പട രശ്മിയുടെ തന്നെയാണെന്ന് ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്സ് കണ്ടെത്തി കഴിഞ്ഞു. അതിൽ കൂടുതൽ എന്താ തെളിവ് വേണ്ടത്? ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇത് മുഖ്യനും ശ്യാമും കൂടിയുള്ള ഒത്തുകളിയാ. അളയൻ പറഞ്ഞിട്ടാ കേസ് ശ്യാമപ്രസാദിനെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നത്. ഇനി ശ്യാമപ്രസാദ് എന്ത് പറഞ്ഞാലും അളിയൻ അത് അംഗീകരിക്കേണ്ടി വരും. അവരളിയനിട്ടൊരു പണി തന്നതാ. സർ, ടെറസിലെ ഫുട് പ്രിന്റിൽ നിന്ന് കണ്ടെത്തിയ പൊടി പാറപ്പൊടിയാണെന്ന് ഉറപ്പായിരിക്കുന്നു.
ഈ പ്രിന്റുകൾക്ക് കേസുമായി ബന്ധമുണ്ടെന്ന് സാറിന് തോന്നാൻ കാരണം? നമ്മൾ ഈ വീടിന്റെ മുറികൾ അടിച്ചുവാരി സാമ്പിൾസ് ശേഖരിച്ചിരുന്നു. ഇതിലെ 3 മുറികളുടെ സാമ്പിൾസിൽ പാറപ്പൊടിയുടെയും പായലിന്റെയും പ്രസൻസ് കണ്ടെത്തി കഴിഞ്ഞു. കിച്ചൺ, ഡൈനിങ്, ബെഡ്റൂം. അതായത് ടെറസിലുണ്ടായിരുന്ന വ്യക്തി അതാരായാലും അയാൾ അടുക്കള ഡൈനിങ് റൂം വഴി രശ്മിയുടെ ബെഡ്റൂമിൽ എത്തിയിട്ടുണ്ട്. സർ, ദാറ്റ് മീൻസ് നൗ ഇറ്റ് മീൻസ് നത്തിങ്, ബട്ട് there's something. സർ, ഒരുപക്ഷെ ആ പ്രിന്റ് വീട്ടിലുള്ള മറ്റാരുടെങ്കിലും ആയിക്കൂടെ? ആ വീട്ടിലുള്ളത് ആകെ 3 പേരാണ്: മോഹൻകുമാർ, രശ്മി, ജോലിക്കാരി. ടെറസിൽ കണ്ട ഫുട് പ്രിന്റിന്റെ സൈസ് 12 ഇഞ്ചാണെന്നും അത് പുരുഷന്മാർ ഉപയോഗിക്കുന്ന ഒരുതരം ചെരുപ്പിന്റെ പ്രിന്റാണെന്നും വ്യക്തമായിട്ടുണ്ട്. വാട്ട്സ് മോഹൻസ് ഫുട് സൈസ്? 10 ഇഞ്ച്. അപ്പൊ അത് വീട്ടിലുള്ളവരുടേതല്ല. ശ്യാം ഹിയർ. യാ സർ. ഓക്കെ സർ, ഉടനെ. എന്താ സർ? കോൾ ഫ്രം ഹെഡ് ക്വാർട്ടേഴ്സ്. ബഷീർ, സർ. ഡെഡ് ബോഡി ആദ്യം കണ്ട 4 പേരുടെ മൊഴികൾ സത്യമാണോ എന്ന് ഉറപ്പിക്കണം. സർ. അരവിന്ദ്, സർ. മരണം നടന്ന വീടിന്റെ സമീപത്ത് പാറപ്പൊടിയുടെ പ്രസൻസ് അന്വേഷിക്കണം. സർ. ബൈ ദ ടൈം രാജീവ് ഈ ഗ്രാമത്തിലൂടെ ഒന്ന് കറങ്ങി ചിലരെ കുറിച്ചൊന്ന് അന്വേഷിക്കണം. സർ. സ്പെഷ്യലി മോഹൻ, രശ്മി ആൻഡ് എ ഫാമിലി. എനിത്തിങ് ആൻഡ് എവറിഥിങ് റിലേറ്റഡ് ടു ദം. വിത്ത് ഡ്യൂ റെസ്പെക്ട് സർ. ആത്മഹത്യാക്കുറിപ്പിനെ കുറിച്ച് സംശയമുണ്ടെന്ന് പറഞ്ഞത് സത്യമാണ്. ഞങ്ങളെ ഇനിയും മണ്ടന്മാരാക്കാൻ ശ്രമിക്കരുത്. എഴുത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ്റാരോ എഴുതിയതാണെന്നാണ്. അങ്ങനെ വരുമ്പോൾ മോഹൻകുമാർ നിരപരാധിയായല്ലോ. ആ എഴുത്തിലെ കൈപ്പട രശ്മിയുടേതാണെന്ന് ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ടിന് തെറ്റുപറ്റിയെന്നാണോ ശ്യാം പറഞ്ഞു വരുന്നത്? നോ സർ, അവർക്ക് തെറ്റ് പറ്റിയിട്ടില്ല. എഴുത്ത് വ്യാജമാണ് താനും ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്സിന് തെറ്റുപറ്റിയിട്ടില്ല താനും. അതെങ്ങനെ ശരിയാവും? ഈ കുറിപ്പിൽ എനിക്ക് സംശയം തോന്നാനുള്ള കാരണങ്ങൾ ഞാൻ പറയാം. ജസ്റ്റ് എ മിനിറ്റ് സർ. രശ്മി എഴുതിയെന്ന് പറയപ്പെടുന്ന ആത്മഹത്യാക്കുറിപ്പാണ്. ഭർത്താവിന്റെ പീഡനം മൂലം ആത്മഹത്യ ചെയ്യുന്നു എന്ന് രശ്മി എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ആത്മഹത്യാക്കുറിപ്പ് എഴുതുന്നവർ അവരത് എന്തിനു ചെയ്തു, ആര് കാരണം ചെയ്തു എന്ന് വ്യക്തമായി എഴുതാറുണ്ട്. ഇവിടെ ആ വ്യക്തതയുണ്ട്, പക്ഷെ അതിനൊരു പൂർണ്ണതയില്ല.